പ്രണയം അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഞാൻ 18 വയസ്സ് കല്യാണം കഴിഞ്ഞ വന്നാളാ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചതൊക്കെ. ആലോചിച്ച് കിട്ടിയതാണ് കേട്ടോ. കാരണം അന്ന് നമ്മളൊന്നും ആരും പേടിച്ച് നോക്കില്ല. അച്ഛൻ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും പോലീസും ആരും നമ്മളെ നോക്കാൻ ധൈര്യപ്പെടില്ല. ഒരു രാഷ്ട്രീയക്കാരിയായ പത്മജ വേണുഗോപാൽ നമുക്കൊക്കെ അറിയാം. പക്ഷെ ഒരു സീരിയൽ പ്രൊഡ്യൂസർ ആയിരുന്ന പത്മജ വേണുഗോപാൽ എനിക്ക് അധികം ആർക്കും അറിയില്ല. ഞാൻ 7 സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കനകുന്നിൽ ഈ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നായർ വധുവായിട്ടാണ് വന്നത്. അപ്പോൾ ആരോ അച്ഛനോട് പറഞ്ഞു ഞാനിങ്ങനെ റാമ്പ് കൂടെ ഒക്കെ നടന്നു. അന്ന് വിളിച്ചെന്നെ ചീത്ത പറഞ്ഞു. ഞാൻ സ്റ്റേജിൽ കയറി ഞാൻ എപ്പോഴും ഛർദ്ദിക്കണോണ്ട് അമ്മയ്ക്ക് ഛർദ്ദിക്കേണ്ട അപ്പം അമ്മ വേറെ വഴിക്ക് ഛർദ്ദിക്കുക. അതുകൊണ്ട് അമ്മ എന്നെ അടുത്തിരുത്തുകയില്ല. പാവം മുരളിയേട്ടൻ നടുവിലിരിക്കും, ഞാൻ ഇപ്പുറത്ത്. ഞാൻ ഛർദ്ദിച്ചാലും മുരളിയേട്ടൻ എൻ്റെ ദേഹമൊക്കെ കഴുകി തന്ന് എന്നെ മടി പിടിച്ച് കിടത്തി ഉറക്കും. ഇങ്ങനെ കിടന്നോ, നീ കണ്ണടച്ച് കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ ഒരു ചേട്ടൻ പറയാണ് ഇനി മുതൽ അവൾ എൻ്റെ പെങ്ങളല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. മുരളിയേട്ടന് കുറച്ച് വിക്കുണ്ടായിരുന്നു. മുരളിയേട്ടൻ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാരോട്. ആളാ ഇപ്പോൾ പ്രസംഗിക്കണേന്ന് ഞാൻ വിചാരിക്കും. ഇനി ഒരിക്കൽ അച്ഛനെ കാണാൻ ഒരവസരം ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അച്ഛനോട് പറയാനുണ്ടാവുക? അച്ഛനോട് എനിക്ക് ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞ അച്ഛനെ കണ്ടാൽ കെട്ടിപ്പിടിക്കും. നമസ്കാരം. നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ പത്മജ വേണുഗോപാലിനൊപ്പമാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമസ്കാരം മാഡം. ഞാൻ നേരിട്ട് കാണുമ്പോൾ എപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, ഈ KS ചിത്രയുടെ കട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നോട് ചിത്രയുടെ സിസ്റ്റർ എന്നോട് പഠിച്ച. ഞാൻ ഈ ഇന്റർവ്യൂ എടുക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഒന്ന് ചോദിച്ചു നോക്കണം. എനിക്ക് കാണുമ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ട്. KS ചിത്രയുടെ ചായ എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ ചേട്ടത്തിയമ്മയ്ക്കാ, മുരളിയേട്ടന്റെ വൈഫിന് കുറച്ച് ചായ ഉണ്ട്, എല്ലാവരും പറയും. ഇപ്പൊ നമ്മളെ പത്മജ മാഡത്തിനെ കാണുമ്പോ നമ്മളെല്ലാരും ഫസ്റ്റ് ലൈക് ഒരു പെണ്ണെന്ന നിലയ്ക്ക് നമ്മൾ ആദ്യം നോക്കുന്നത് മാമിന്റെ ഒരു ലുക്കാണ്. സാരി, എപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിട്ടാണ്. അത് എന്താണ് ലൈക് കുഞ്ഞിക്കാലം മുതലേ അങ്ങനെ തന്നെ? കുട്ടിക്കാലം മുതലേ ഞാൻ നന്നായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യും സ്വന്തമായിട്ട്. അതുകൊണ്ട് ഞാനിവിടെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് MG റോഡിൽ. ഒരാഴ്ചയായിട്ടുള്ളൂ. ഞാൻ ഭയങ്കര പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ല. നമ്മളൊക്കെ തന്നെ ഡിസൈൻ ചെയ്യുന്ന സാരികളാണ്. വന്ന് വിൽക്കണമല്ല, നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത്. അത് തന്നെ ചെറുപ്പത്തിലേ അതൊരു പാഷനായിരുന്നു എനിക്ക്. എന്നാൽ എനിക്ക് വില കൂടിയ ഡ്രസ്സുകളോട് വലിയ താല്പര്യമില്ല. അത് ഞാൻ എൻ്റെ ബന്ധു വീട്ടിലോ വല്ല കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ മക്കൾ അതിന് പോകുമ്പോഴേ ഞാൻ വില കൂടി എടുക്കുള്ളൂ. ബാക്കിയെല്ലാം ഒരു 1500 താഴെയുള്ളതാണ്. അതും ഞാൻ എന്ത് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനത്തെ ഇപ്പോൾ കോട്ട സാരികളൊക്കെ ഞാൻ ഡൽഹിയിലൊക്കെ പോയിട്ടാണ് മേടിക്കുക. അപ്പം എന്താ പറയുക, അവിടെ ഇവിടെ സെലക്ട് ചെയ്യുന്നതാണോ ഈ ഡ്രസ്സുകളൊക്കെ? ഞാൻ വേറെ ആരെയും സെലക്ഷൻ ഇല്ല, ഞാൻ തന്നെ. ഹസ്ബൻഡിനെ ഒന്നും ഇടപെടുത്തില്ല. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രാവശ്യം എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ആളെനിക്ക് സാരി മേടിച്ചു തരും. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ സെലക്ട് ചെയ്ത സാരി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആദ്യം ഏതാണോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ആൾക്ക് എന്നെ മനസ്സിലായി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പം എന്നിട്ട് പിന്നെ അതുമല്ല, അവർക്കൊക്കെ ഈ തിരക്കുള്ളതുകൊണ്ട് നമ്മുടെ കൂടെ നിന്നിട്ട് ഞാൻ പെട്ടെന്ന് സെലക്ട് ചെയ്യുന്ന ആളാട്ടോ. എനിക്കധികം സമയം വേണ്ട. അവരെപ്പോഴും ഏത് കടയിൽ പോയാലും പറയും ഏറ്റവും നല്ല കസ്റ്റമറാണ്. ഇങ്ങനെ കാണിക്കുകയുള്ളൂ, അത് നല്ല കറക്റ്റായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛനായൊരു ടേസ്റ്റ് ഉണ്ട് എൻ്റെ അച്ഛന്. എൻ്റെ അമ്മയ്ക്കും ഇല്ല, മുരളിയേട്ടനും ഇല്ല. അച്ഛൻ്റെ ഇതാണ് എനിക്ക് കിട്ടിയിട്ടില്ല. അച്ഛൻ തരുന്ന വല്ലപ്പോഴും ഒരു സാരി തരിക ഓണത്തിന് അങ്ങനെയൊക്കെ. പക്ഷെ ആ സാരി നമുക്ക് എടുത്തു വയ്ക്കാൻ തോന്നും, അത്രയും നല്ല സാരികൾ. അപ്പോൾ ഓരോരുത്തരുടെ കളർ അനുസരിച്ച് ഇതൊക്കെ അച്ഛൻ എടുക്കും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തന്നെ പോയി സെലക്ട് ചെയ്യും. ഭയങ്കര വിലയിലെടുക്കില്ല, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷെ ഈ നമ്മൾ ഈ കളറുണ്ടെങ്കിൽ ഏത് കൊടുത്താലും ഭയങ്കര ഗോഡിയായിട്ട് തോന്നും. അപ്പം അതുകൊണ്ട് ഞാൻ മാക്സിമം കുറയ്ക്കാൻ നോക്കും ഇങ്ങനത്തെ കളേഴ്സും അങ്ങനെയൊക്കെ. പിന്നെ പൊതുവെ എനിക്ക് വൈറ്റിനോടൊക്കെയാണ്, എനിക്ക് ലൈറ്റ് കളേഴ്സിനോടാണ് എനിക്കിഷ്ടം. ഈ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടൊക്കെ എല്ലാവരും പറയും എപ്പോഴും. ഞാനൊരു ഷോപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ. ഇനി പത്മേശ്വരിയുടെ സാരിയുടെ ഇത് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടുന്ന രഹസ്യം മുഴുവൻ എവിടെ നിന്നാ എന്താന്നുള്ള. ഈ ഷോപ്പിന്റെ പേരെന്താ? എവിടെ ഇപ്പോ ഷോപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അത് ഫാറ്റിസ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് MG റോഡിൽ തന്നെ. MG റോഡിലാണ്. ഇപ്പോ ഹസ്ബൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഞാൻ കുറെ ഇന്റർവ്യൂലാണ് നിങ്ങൾ പ്രണയം അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഞാൻ 18 വയസ്സ് കല്യാണം കഴിഞ്ഞ വന്നാളാ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിച്ചതൊക്കെ. അത് കഴിഞ്ഞപ്പം ആലോചിച്ച് കിട്ടിയതാണ് കേട്ടോ. കാരണം അന്ന് നമ്മളൊന്നും ആരും പേടിച്ച് നോക്കില്ല. അച്ഛൻ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും പോലീസും ആരും നമ്മളെ നോക്കാൻ ധൈര്യപ്പെടില്ല. അങ്ങനത്തെ ഒരു കാലത്ത് കൂടെ നമ്മളൊക്കെ കടന്നു പോയത്. അതുകൊണ്ട് പ്രേമിക്കാൻ സമയം കിട്ടിയില്ല എന്നർത്ഥം. സമയമല്ല,
പേടിച്ചിട്ട് ആരും എന്നെ നോക്കില്ല. അപ്പം അങ്ങനെയായി ഇങ്ങനെ ആലോചനകൾ നേരത്തെ വന്നപ്പം അച്ഛൻ ഒത്തിരി ഏജായിട്ടാണ് കല്യാണം കഴിച്ചത്, എൻ്റെ അച്ഛൻ. അപ്പം അച്ഛൻ പറഞ്ഞു എനിക്കിത്ര പ്രായമായി, ഇനിയിപ്പോൾ മോളെ വേഗം കഴിച്ചു കൊടുക്കാണ്ട് അങ്ങനെ കഴിച്ചിട്ട്. അപ്പം ഞാൻ ഒറ്റ കണ്ടീഷനേ പറഞ്ഞുള്ളൂ, അത് കഴിഞ്ഞിട്ട് എനിക്ക് പഠിക്കണം എന്നുള്ള. അങ്ങനെ ഞാൻ പഠിച്ചതാണ് ഡോക്ടർ. മോളെ പ്രസവിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ BA ഫൈനലൊക്കെ എഴുതിയത്, പഠിക്കുന്നത്. ഇപ്പോ പറഞ്ഞല്ലോ അച്ഛൻ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് നമ്മൾ ശരിക്കും ആ കോളേജ് ഡേയ്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അതോ എല്ലാവരും ഈ ഒരു കണ്ണിൽ നോക്കുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു? അതായത് ഞാൻ ആദ്യമായിട്ട് എനിക്കൊന്ന് പ്രീ ഡിഗ്രിക്ക് ഞാൻ കയറി ചെല്ലുമ്പോൾ എല്ലാവരും എന്തോ ഒരു അത്ഭുത വസ്തുവിനെ കണ്ട മാതിരി, ആരും എന്നോട് മിണ്ടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഇടിച്ചു കയറി സംസാരിക്കും. ഞാനിപ്പം ട്രെയിനിൽ കയറിയാലും ഫ്ലൈറ്റ് കയറിയാലും അവിടെ നിന്നാണ് ഞാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക. കാരണം ഒന്ന് കുറേ നേരം മിണ്ടാണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് അയാളോട് ചോദിക്കും. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് അതിശയാണ് ഞാൻ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട്. അപ്പോൾ പിന്നെ അവർ കൂടുതൽ ഫ്രണ്ട്ലി ആവും നമ്മുടെ അടുത്ത്. അങ്ങനെ പിന്നെ പോകുമ്പോൾ ഞാൻ അവിടുത്തെ നേതാവായി, ക്ലാസ്സിലെ നേതാവായി ഞാൻ. പിന്നെ കൂടുതലും എനിക്ക് സാധാരണക്കാരായിട്ട് മിങ്കിൾ ചെയ്യാനാണ് ഇഷ്ടം. അതായത് അവരുടെ സ്നേഹത്തിന് ഒരു ഇതില്ല, മറയില്ല. നമ്മളൊന്നും ആഗ്രഹിച്ച് ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട് എനിക്ക്. അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുള്ള ഫ്രണ്ട്ഷിപ്പ് അവരിപ്പോഴും വീടും കുടുംബക്കാരും എൻ്റെ അടുത്ത് വരും, ഒക്കെ സാധാരണക്കാരാട്ടോ. പക്ഷേ ആ ഒരു സ്നേഹബന്ധം നിലനിർത്തിക്കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അച്ഛൻ എന്ന് പറയുമ്പോൾ ജനിച്ച കാലം മുതലേ എന്തായാലും പൊളിറ്റിക്സിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ് കരുണാകരൻ സാർ. അപ്പോ ആ ഒരു നമുക്ക് പെൺകുട്ടികൾക്ക് കൂടുതലും അച്ഛനോട് കുറച്ചുകൂടി സ്നേഹം കൂടുന്നു പറയും. അപ്പൊ ആ സ്നേഹം കിട്ടാതെ പോയത് പോലെ തോന്നിയിട്ടുണ്ടോ? അതായത് ഞാൻ ജനിക്കുമ്പോൾ അച്ഛൻ MLA, പിന്നെ 5 വയസ്സിലായിട്ട് ആഭ്യന്തരമന്ത്രിയായി, പിന്നെ 4 പ്രാവശ്യം മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി, MP ഇങ്ങനെ പോയി. പക്ഷേ അച്ഛൻ ചിലപ്പോൾ 2 മാസമൊക്കെ വരാതിരുന്നാലും ആ വരുന്നൊരു ദിവസം ഈ 2 മാസത്തെ സ്നേഹം ഞാനിങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു നേരെ അച്ഛൻ്റെ ദേഹത്ത്. പിന്നെ രാത്രി അച്ഛൻ്റെ കൂടെ ഉറങ്ങണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറേ ദിവസം അച്ഛൻ അന്ന് UDF ഒക്കെ ഉണ്ടാക്കുന്ന സമയമാണ്. ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടാണ് UDF ഉണ്ടായത്. എൻ്റെ വീട്ടിലൊരു ഓഫീസ് റൂമുണ്ട്, അവിടെ തങ്ങൾ വന്നതും എല്ലാവരും വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ആ സമയത്ത് അച്ഛൻ ഇത്തിരി അല്ലെങ്കിൽ തിരക്കാണ് ഉണ്ടാവില്ല, കാരണം മാളയിലല്ലേ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പം അച്ഛൻ രാത്രി ലേറ്റ് ആയിട്ട് എത്തും, രാവിലെ നേരത്തെ എണീറ്റ് കാത്തിരിക്കാറുണ്ടോ അച്ഛൻ വരുന്നത്? അപ്പം ഞാനിങ്ങനെ എനിക്ക് സങ്കടം വന്നിട്ട് 2 മാസം അടുപ്പിച്ച് ഞാൻ കണ്ടില്ല. പിന്നെ കുട്ടികളെന്നെ കളിയാക്കി തുടങ്ങി. അതായത് അച്ഛനില്ലേ, അച്ഛന് ഇവിടെ ഇല്ലല്ലോ, അച്ഛന് വീട്ടിൽ ഇന്ന് വരെ അവരൊക്കെ വരുമ്പോൾ അച്ഛനെ കണ്ടിട്ടേ ഇല്ലേ. അപ്പം ഞാൻ ഒരു ദിവസം ഭയങ്കര കരച്ചില്ല അമ്മയുടെ അടുത്ത്. അപ്പോൾ അമ്മ പറഞ്ഞു അവരോട് പറയും മാളയിലത്തെ MLA ആണ് അച്ഛൻ, അതുകൊണ്ട് അച്ഛൻ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുക ഞങ്ങളെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ അത്രയും. പക്ഷേ ഞാൻ എന്നിട്ട് ഒരു ദിവസം അമ്മ കണ്ടില്ല, അമ്മ തിരക്കണേ. ഞാൻ പതുക്കെ പോയി ഗേറ്റിൻ്റെ അവിടെ അച്ഛനെയും കാത്തിരുന്ന് അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. രാത്രി 11 മണിക്ക് 11:30 അച്ഛൻ വന്നപ്പോൾ ഞാൻ ആ പടിയുടെ അവിടെ കിടന്നുറങ്ങുക. അച്ഛനങ്ങ് സങ്കടം വന്നു. എന്നിട്ട് അന്ന് അമ്മോട് പറഞ്ഞു ഞാൻ ഈ 3 ദിവസത്തേക്ക് എവിടേക്കും ഇല്ല, ഞാൻ എൻ്റെ മോളുടെ കൂടെ നിൽക്കാൻ പോകും. എന്നിട്ട് ആ 3 ദിവസം എന്നെയും കൊണ്ടൊക്കെ കറങ്ങി എല്ലാ സാധനം എന്ത് പറഞ്ഞാലും മേടിച്ചു തരും കേട്ടോ. അങ്ങനെ സ്വഭാവം അച്ഛൻ. അമ്മ എപ്പോഴും പറയും പെൺകുട്ടികൾ അങ്ങനെ ലാളിക്കരുതല്ല. പഴയ നായർ ഫാമിലിയിൽ അച്ഛൻ ഒന്നും നോക്കില്ല, അച്ഛൻ എന്ത് പറഞ്ഞാലും വാങ്ങിത്തരും. അതുകൊണ്ട് അച്ഛനാണ് ഇന്നും പറയുമ്പോൾ. എൻ്റെ അമ്മ എനിക്കൊരു 10-30 വയസ്സായപ്പോൾ മരിച്ചു. അതിനേക്കാളും എനിക്കിപ്പോഴും സങ്കടം അച്ഛൻ മരിച്ചാല. അതൊരു മുഖ്യമന്ത്രി ഒന്നും ആയതുകൊണ്ടല്ല, ഇത്രയും നല്ല അച്ഛനെ കാണില്ല. എല്ലാവർക്കും സ്വന്തം അച്ഛൻ വലുതാണ്, എല്ലാവർക്കും അതെ. പക്ഷെ ഞാൻ എപ്പോഴും പറയും എൻ്റെ അച്ഛൻ സ്പെഷ്യലാന്ന് പറയുന്നിട്ട്. ഈ അച്ഛൻ്റെ മരണശേഷം ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തോന്നിയിട്ടുണ്ടോ അച്ഛൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ? തീർച്ചയായിട്ടും. വേറെ ഒന്നുമല്ല, അതായത് അച്ഛൻ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും സങ്കടം കൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോയാൽ അച്ഛനപ്പം മനസ്സിലാക്കും, മോൻ കണ്ടിട്ട് ഉടനെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒരു കള്ളച്ചിരിയുണ്ട്. അതായത് ഇതൊക്കെ എന്ത് പ്രശ്നം എന്നുള്ള രീതിയിൽ. അപ്പം ആ ഒരു കണ്ണടച്ചിട്ടുള്ള ആ ചിരിയും അച്ഛൻ ഇത് പിന്നെ നിസ്സാരാക്കി കളയുമ്പോൾ ഇപ്പം എനിക്ക് തോന്നും ഓരോ നിമിഷം എന്തെങ്കിലും വിഷമമുള്ളത് വരുമ്പം ആ സമയത്താണ്. അല്ലാണ്ട് എനിക്കൊരു മുഖ്യമന്ത്രിയായിട്ടുള്ള അച്ഛനെയോ അന്ന് എനിക്ക് വേണ്ട. എനിക്ക് എല്ലാ വിഷമങ്ങളിലും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്താണ് അച്ഛൻ. സിനിമേനെ പറ്റി ഡിസ്കസ് ചെയ്യാം, എന്ത് ഫീൽഡും ആരോടെ പ്രേമെന്ന് വരെ ഞങ്ങൾ ഇരുന്ന് സംസാരിക്കും. അച്ഛൻ അത്ര ഒരു മോഡേൺ തിങ്കിങ്ങുള്ള ആളായിരുന്നു. ഇപ്പോൾ അച്ഛൻ അന്ന് തന്നിരുന്ന സപ്പോർട്ട് ഇന്ന് ഹസ്ബൻഡായ ഡോക്ടർ വേണുഗോപാൽ അയ്യോ അദ്ദേഹം അതിനേക്കാളും തന്നെ. പക്ഷെ അച്ഛൻ്റെ അത്ര ധൈര്യം കുറവാണ്. അവരൊക്കെ എന്ന് പറഞ്ഞു ഒരു നോർമൽ ഫാമിലിയിൽ ജനിച്ചതാണ്. പിന്നെ ഡോക്ടർ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് കമ്മീഷണറായിരുന്നു. അദ്ദേഹം ഏറ്റവും സത്യസന്ധനായിട്ടുള്ളൊരു ഓഫീസർ എന്ന് പേര് കേട്ട ആളാണ്. അപ്പം ഇവരൊക്കെ അങ്ങനെ ഒരു ഒതുങ്ങി, അതായത് പുറമെ ഡോക്ടർക്ക് ഇഷ്ടമാതിരി ഫ്രണ്ട്സാണ്, അത് വേറെ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നേരിട്ടിട്ടില്ല ആള്. അപ്പം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പം ആള് എല്ലാം പഠിച്ചു, പേടിയില്ലാണ്ടായി. ഒരു പാട്ട് പാടുന്ന നന്നായി പാട്ട് പാടും. അതിന്റെ എന്തെങ്കിലും ഒരു ഈ മുല്ലപ്പൂമുടി എനിക്ക് ഒട്ടുമില്ല, ഒന്നുമില്ല. ഇത്ര കാലമായിട്ട് ഞാൻ നന്നായിട്ടില്ല.
മക്കളൊക്കെ എങ്ങനെയാണ്? ഇവർക്കൊക്കെ പാട്ടിന് ഇൻട്രസ്റ്റ് ഉണ്ട്. മോളൊക്കെ പണ്ട് കുറച്ച് പാട്, രണ്ടുപേരും കൂടി ഡ്യുവറ്റൊക്കെ പാടിയുണ്ട് പണ്ട്. ഇപ്പൊ പിന്നെ മോക്കും അത് പോയി, മോള് ദുബായ് സെറ്റിൽഡായി, മോന് ഇവിടെ തന്നെയുണ്ട്, പക്ഷെ എൻ്റെ കൂടെ അല്ല, ഫ്ലാറ്റിൽ കയറും. ഇപ്പൊ അമ്മ രാഷ്ട്രീയത്തില് സജീവമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ. അപ്പൊ ആ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അവർക്ക് തോന്നിയിട്ടുണ്ടോ ലൈക്ക് അമ്മയുടെ ഒരു സ്പേസ് കിട്ടിയിട്ടില്ല? ആ സമയത്ത് ഞാൻ പൊളിറ്റിക്സിലില്ല. കുട്ടികളെ കുറച്ചൊന്നും വലുതായിട്ടാണ് ഞാൻ പൊളിറ്റിക്സിൽ ഇറങ്ങിയത്. അതായത് പൊളിറ്റിക്സിൽ ഇറങ്ങി എന്ന് പറയുന്നേക്കാളും കൂടുതൽ അമ്മ മരിച്ചില്ലേ, അമ്മ മരിച്ച സമയത്ത് അച്ഛന് ആരും ഇല്ലാണ്ടായി, ഒറ്റയ്ക്കായി. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ അച്ഛനെ നോക്കലാണ് എൻ്റെ ആദ്യത്തെ കടമ. അതുകൊണ്ട് ഇവിടെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുണ്ടായിരുന്നു, ഇത് ഒറ്റ മോനാ, വേറെ മക്കളാരും ഇല്ല. അപ്പോൾ അച്ഛൻ മരിച്ചപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെ അമ്മേനെ പിള്ളേരെ ഏൽപ്പിച്ച് ഞാൻ ഫുൾ ടൈം അച്ഛൻ്റെ കൂടെയായിരുന്നു. അപ്പം അങ്ങനെ അച്ഛന് കൂടെ നിന്ന് അച്ഛൻ്റെ ഓരോ പണികളും ഇതെല്ലാം ഞാനാ ചെയ്തിരുന്നത്. അച്ഛൻ വേറെ ആരെയും വിശ്വസിച്ചവരൊന്നും ഇതാക്കില്ല, എന്നെയാണ് എല്ലാം ഏൽപ്പിച്ചിരുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ നടന്നു, ഏതൊക്കെ നടന്നു എന്നെല്ലാം എനിക്കറിയാം അച്ഛൻ്റെ കൂടെ. ഞാൻ പറഞ്ഞു, ഞാൻ ശരിക്കും ബുക്ക് എഴുതാന്ന് വെച്ചാൽ ഇന്ത്യ ചരിത്രം എഴുതാം, കേരള ചരിത്രമല്ല, ഇന്ത്യ ചരിത്രം എഴുതാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആയി അതിന് മുമ്പേ ഞാൻ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി. കാരണം ഞാൻ ആദ്യം ശരിക്കും ഇറങ്ങുന്നത്, അച്ഛൻ ചാലക്കുടി അല്ല തൃശ്ശൂർ തോറ്റു. തൃശ്ശൂർ തോറ്റപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ പിന്നിൽ വലിയൊരു ചതി ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ പോയി നിൽക്കണം തിരുവനന്തപുരത്ത്. അത് അതിനേക്കാളും റിസ്ക്. കാരണം അവിടെ ഒരു സുരേന്ദ്രൻ ആശാൻ എന്ന് പറഞ്ഞിട്ട് MP ഉണ്ടായിരുന്നു, അയാൾ ഭയങ്കര ജനസമ്മതിയുള്ള ആൾ. അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീട്ടിലെ. അപ്പോൾ അദ്ദേഹമായിട്ട് അപ്പം ഞാൻ അച്ഛനോട് വെച്ചാൽ, അച്ഛ എനിക്കല്ല BP ഒരു ടൈപ്പ് പ്രായത്തിൽ ഈ അച്ഛൻ ഇങ്ങനെ ഓരോ റിസ്ക് എടുത്ത് പോയി, റിസ്ക് ഇല്ലെങ്കിൽ എന്താ ജീവിതം രസമെന്ന്. എന്നിട്ട് അച്ഛൻ അവിടെ പോയിരുന്നു. പിന്നെ ഞാനങ്ങ് ഏറ്റെടുത്തു ഇലക്ഷൻ. അങ്ങനെയാണ് അന്നോട്ടാണ് ചെറിയ ഫിലിപ്പൊക്കെ ആയിട്ടുള്ള എൻ്റെ ഒരു ബന്ധം തുടങ്ങുന്നത്. ആൾ അപ്പുറത്ത് നിൽക്കുന്ന ആളായിരുന്നു, ആളെ പിടിച്ച് ഞാൻ ആദ്യം പുറത്തേക്ക് ഇട്ടു. അങ്ങനെ പിന്നെ നമ്മൾ ഒരു സ്വന്തം ചേട്ടനും അനിയത്തിമാരിയുള്ള ബന്ധം. എനിക്ക് തോന്നുന്നു അദ്ദേഹം ആകെ ഒരു സ്ത്രീനെ കുറിച്ച് എഴുതിയിട്ടുള്ള എന്നെ പറ്റിയിട്ടാണ്. ആളൊറ്റ പെണ്ണുങ്ങളെ പറ്റി എഴുതില്ല. അങ്ങനത്തെ ഒരു, ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറയും സ്ത്രീ വിരോധിയാണെന്ന്. അപ്പോൾ പറയും അല്ലല്ല, ഞാനങ്ങനെ ആരുമായിട്ട് അടുക്കാത്തോണ്ടാന്ന് പറയും. അപ്പോൾ അങ്ങനെ ആയി, അതെനിക്ക് നല്ലൊരു എക്സ്പീരിയൻസായി. ഇപ്പം തന്നെ ഞാൻ ഒറ്റ ദിവസം പോയില്ലോ, എനിക്ക് എവിടെ അപകടം കിടക്കണമെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു എക്സ്പീരിയൻസാണ്. അല്ലാണ്ട് പിന്നെ അവിടെ എല്ലാവരുമായിട്ട് ഞാൻ മിങ്കിൾ ചെയ്യും, പഴയ ആൾക്കാരെ മുഴുവൻ കണ്ടുപിടിച്ച് പ്രാവശ്യം പോയിട്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ജോലി ചെയ്യാൻ ഇഷ്ടമാണ്. എങ്ങനെ വഴി പോകണം എന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനൊരിക്കലും അച്ഛൻ ഡയറക്റ്റ് ചെയ്യില്ല, കണ്ടിട്ടുണ്ട്. അച്ഛന് കുറേ ശിങ്കിടികളുണ്ടാവും. അതായത് അവരെ പറ്റിയൊക്കെ പത്രത്തിൽ വരും, അത് വരും ഇത് വരും, അച്ഛൻ കൂളായിട്ടിരിക്കും. അപ്പം ഞാൻ വിചാരിക്കും അച്ഛനെന്താ ഇങ്ങനെ ഒരു ഇതുമില്ലാത്ത ആൾക്കാരെന്താ കൂടെ. പക്ഷെ അവർക്കൊക്കെ അച്ഛനോരോ ജോലി ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവിടെ പിന്നെ അവരുടെ ആൾക്കാരായിരിക്കും, മനസ്സിലായി. അപ്പോൾ അവരോട് പോയി സംസാരിക്കണമൊക്കെ ഇവരായിരിക്കും. അപ്പോൾ അച്ഛൻ രഹസ്യമായിട്ട് പലരെ കാണുന്നതൊക്കെ ഇവരുടെ സാന്നിധ്യത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ്, എനിക്കും ഉണ്ട് എല്ലാ സ്ഥലത്തും ആൾക്കാർ, അവർ വഴിയേ ഞാൻ കാര്യങ്ങളേ ഉള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്ന മാതിരിട്ട്. അച്ഛൻ്റെ അത്രയൊന്നും എനിക്ക് പറ്റില്ല. ഏതാ അച്ഛൻ്റെ സ്വഭാവമാണോ കൂടുതലും കിട്ടിയിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു രണ്ടുപേരെയും കൂടിയുണ്ട്. അതായത് ഈ ഭക്ഷണം കൊടുക്കാനുള്ള ഇതൊക്കെ എനിക്ക് മറ്റേ അമ്മയുടെ കിട്ടിയിട്ടില്ല. ബാക്കി ഇത്തിരി എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള കഴിവ് കിട്ടിയിട്ടില്ല അച്ഛൻ്റെ. പക്ഷെ എൻ്റെ അമ്മയും അന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾ പഠിക്കില്ല. എൻ്റെ അമ്മ 1940s BA എക്കണോമിക്സ് ആയിരുന്നു. അമ്മയ്ക്ക് PNT ജോലി ഉണ്ടായിരുന്നു. അന്ന് പെണ്ണുങ്ങളൊന്നും കോളേജ് പോലും പോവില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ പത്മജ വേണുഗോപാൽ ആരായിരുന്നു? അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ നമ്മൾ കുഞ്ഞുനാളിൽ നമുക്കൊരു അംബിഷൻ ഉണ്ടാവില്ലേ, ഡോക്ടർ ആവണം, എഞ്ചിനീയർ അല്ലെങ്കിൽ ടീച്ചർ ആവണം. അങ്ങനെ ആഗ്രഹിക്കുന്ന മുമ്പ് ഞാൻ കല്യാണം കഴിഞ്ഞു. അതായത് നമ്മൾ ആ ഒരു ഏജിലൊക്കെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കേരളത്തിൽ താമസിക്കുന്നതിനേക്കാൾ എനിക്ക് പുറത്ത് പോയി താമസിക്കണമായിരുന്നു ഇഷ്ടം. കേരളത്തിൽ ഈ എന്താ പറയുക സെക്യൂരിറ്റിയുടെ ഇടയിലും ജീവിതത്തിലൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അവിടെ നോക്കാൻ വയ്യ, ഇവിടെ നോക്കാൻ വയ്യ. അപ്പോൾ എനിക്ക് ഇതൊന്നും അറിയാത്തൊരു രാജ്യത്ത് പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ ഒരു ദിവസം ഡോക്ടർ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. ആൾക്ക് അമേരിക്കയിൽ കിട്ടി. അപ്പോൾ ഞാൻ സന്തോഷിച്ചു, ഇവിടുന്ന് പോകാൻ. അപ്പോൾ നമ്മൾ മഹാഭാരതത്തിലൊക്കെ പറഞ്ഞവരെ എല്ലാം നല്ലതിനെന്ന് പറയില്ലേ. 4 മാസം കഴിഞ്ഞപ്പോൾ ആൾക്കത് മതി. ആൾക്ക് ഈ ഒറ്റ മോനല്ലേ, അതുകൊണ്ട് ആൾ തിരിച്ചിങ്ങ് പോകുന്നു. അന്ന് ഞാൻ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ദൈവം എന്നെ അങ്ങനെ ചെയ്തത് എൻ്റെ അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അമ്മ മരിക്കുമ്പോൾ എനിക്ക് അമേരിക്കയിൽ നിന്നിട്ട് എൻ്റെ അച്ഛനെ നോക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിപ്പോൾ എനിക്കതിൽ സങ്കടമില്ല. ഇപ്പം ദൈവം തരുന്ന എന്തിലും സന്തോഷമാണ്. പിന്നെ ഞാൻ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർക്കൊരു തോന്നലുണ്ട് നമ്മൾ വേദനിക്കും, നമ്മൾ സങ്കടം. എനിക്കങ്ങനെയില്ല. അതെനിക്ക് ഇവരോട് പറയാനുള്ളത്. ഇവരെന്തിനാ എന്നെ അങ്ങനെ പറയണേ? എൻ്റെ ഈ ഭാഗത്തേക്ക് പോയ മാതിരി ഇല്ല എനിക്ക്. ഞാൻ ജീവിതത്തിൽ എന്താ പറയണേ, ദൈവം തരുന്ന നല്ലതിനെയും ചീത്തയും ഒക്കെ ഒരേ മാതിരി എടുക്കുന്ന ഒരാളാണ്.
പിന്നെ നെഗറ്റീവ് ഭാഗത്തേക്ക് ഞാൻ പോവില്ല. നെഗറ്റീവ് പറയണത് ഞാൻ കേൾക്കില്ല. ഞാൻ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ തന്നെ ഒരു 2 മണിക്കൂർ എനിക്ക് സമയം കിട്ടിയാൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകും, പിന്നെ ഇന്ത്യക്ക് വെളിയിൽ പോകും. അങ്ങനെ എന്താ പറയേണ്ടത്, ലൈഫിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആളാണ് ഞാൻ. അതായത് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും സന്തോഷം ഉണ്ടായാലും എനിക്ക് 2 മണിക്കൂറേ ഉള്ളൂ അറിഞ്ഞ് അതങ്ങോട്ട് വിടും. അതതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ, ഞാൻ എൻ്റെ വഴിക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെ എഴുതുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ചിരി വരും. എന്തിനാ ഓരോ സമയങ്ങളുടെ എൻ്റെ ദേഹത്ത് തൊട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ. ഇപ്പോ ഒരു രാഷ്ട്രീയക്കാരിയായ പത്മജ വേണുഗോപാൽ നമുക്കൊക്കെ അറിയാം, പക്ഷെ ഒരു സീരിയൽ പ്രൊഡ്യൂസർ ആയിരുന്ന പത്മജ വേണുഗോപാൽ എനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയില്ല. ഞാൻ 7 സീരിയൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ സമയത്തൊന്നും പെണ്ണുങ്ങളില്ല. ഞാനും പിന്നെ ഒരു മറ്റേ മുകേഷിൻ്റെ സിസ്റ്ററില്ലേ സന്ധ്യാരാജൻ, ഞങ്ങൾ മാത്രമേ പ്രൊഡ്യൂസേഴ്സായിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. KR മീര എനിക്ക് തോന്നുന്നു ആകെ ഒരു സീരിയലിന് എഴുതിയത് എനിക്ക് വേണ്ടിയിട്ടാണ്, കിളിക്കൂട് എന്നിട്ട്. എനിക്ക് സിനിമ കലാകാരന്മാരോട്, എൻ്റെ അച്ഛനും അങ്ങനെയായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛൻ സിനിമ കാണും, സിനിമ ഏത് ആൾക്കാരെ ചോദിച്ചാലും അറിയാം. അപ്പോൾ ആ ഒരു ടേസ്റ്റ് എനിക്കും കിട്ടിയതാണ്. അങ്ങനെ പെണ്ണുങ്ങളില്ലാത്ത ഫീൽഡിൽ ഞാൻ പോയിട്ടുണ്ട്. എന്തായിരുന്നു അവിടുത്തെ ഒരു അനുഭവം? അല്ലെങ്കിൽ മറക്കാൻ നല്ലതായിരുന്നു. പക്ഷെ ഞാൻ സിനിമയിലേക്ക് പോയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അത് റിസ്ക്കാണ്, വെറുതെ പോയി. ഇത്രയും ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടോ സിനിമയിൽ നിന്ന്? അല്ല, ഞാൻ കുട്ടിക്കാലത്ത് അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ അച്ഛൻ വിടില്ല. അച്ഛനൊക്കെ പഴയൊരു ചിന്താഗതിയുള്ള ആളാണ്, സിനിമയിൽ പോകണ്ട എന്നൊക്കെ. കാരണം ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് എല്ലാത്തിലും കയറി അഭിനയിക്കും, സ്റ്റേജിൽ കയറാൻ ഒരു പേടിയില്ല. അപ്പോൾ എന്തുണ്ടെങ്കിലും ഞാൻ ഒരു പ്രാവശ്യം മാത്രം കനകുന്നിൽ ഈ ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നായർ വധുവായിട്ടാണ് വന്നത്. അപ്പോൾ ആരോ അച്ഛനോട് പറഞ്ഞു ഞാനിങ്ങനെ റാമ്പ് കൂടെയൊക്കെ നടന്നു, അന്ന് വിളിച്ചെന്നെ ചീത്ത പറഞ്ഞു ഞാൻ സ്റ്റേജിൽ കയറി. അപ്പോൾ അതോടെ അത് നിർത്തി. ഇതിനൊക്കെ എനിക്ക് പണ്ടേ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു. പക്ഷേ നമ്മൾ പറയില്ലേ, ഒരു അമ്മയൊക്കെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വന്നത്. അപ്പോൾ അവർക്കൊന്നും ഇതിൽ കൂടുതൽ അങ്ങ് നമ്മളിതാക്കാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് ഞാൻ എൻ്റെ 2 മക്കൾക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവർക്ക് എന്താ, അപ്പോൾ അവർക്ക് വേണ്ട, അവർക്ക് ഞാൻ ഇത് കൊടുത്തപ്പോൾ അവർക്കത് വേണ്ട. ഇപ്പൊ നമ്മൾ മുരളിയേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മുരളിയേട്ടൻ ഒരു കുഞ്ഞു പെങ്ങൾ, ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ട്. പക്ഷെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് എതിർത്ത് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ മുരളിയേട്ടനായിട്ടുള്ള ബാല്യകാല ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? അയ്യോ, മുരളിയേട്ടൻ ഏറ്റവും സ്നേഹമുള്ള ഏട്ടനായിരുന്നു. അതാണ് നമുക്കിത് കാണുമ്പം ഞാനിപ്പോൾ സങ്കടപ്പെടാറില്ല കേട്ടോ. കാരണം അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഇതായിരിക്കുന്നതായിരിക്കണം. കാരണം പണ്ട് ഞാൻ വണ്ടി കയറി അപ്പം ഛർദ്ദിക്കും. കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് പോകും, ഞങ്ങൾ 4 പേരും കൂടി. അപ്പം അച്ഛൻ മുമ്പിലായിരിക്കുക. അപ്പം ഞാൻ എപ്പോഴും ഛർദ്ദിക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഛർദ്ദിക്കേണ്ട, അപ്പം അമ്മ വേറെ വഴിക്ക് ഛർദ്ദിക്കുക. അതുകൊണ്ട് അമ്മ എന്നെ അടുത്തിരുത്തുകയില്ല. പാവം മുരളിയേട്ടൻ നടുവിലിരിക്കും, ഞാൻ ഇപ്പുറത്ത്. ഞാൻ ഛർദ്ദിച്ചാലും മുരളിയേട്ടൻ എൻ്റെ ദേഹമൊക്കെ കഴുകി തന്ന് എന്നെ മടി പിടിച്ച് കിടത്തി ഉറക്കും. ഇങ്ങനെ കിടന്നോ, നീ കണ്ണടച്ച് കിടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ഇഷ്ടമായിരുന്നു. ഭയങ്കര പോസസീവായിരുന്നു ആൾ. അതായത് ഞാൻ ആ സമയത്ത് എനിക്ക് അത്യാവശ്യം നാവൊക്കെയുള്ള കൂട്ടത്തിലെ വർത്താനം പറയും. അയൽവക്കത്തും എല്ലാവരുടെ അടുത്തും പോയി സംസാരിക്കും. മുരളിയേട്ടന് കുറച്ച് വിക്കുണ്ടായിരുന്നു. മുരളിയേട്ടന് സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ആൾക്കാരോട്. ആളാ ഇപ്പോൾ പ്രസംഗിക്കണേന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ മുരളിയേട്ടൻ ആരുമായിട്ടും കമ്പനിയില്ല, ഞാൻ എല്ലാവരുമായിട്ടും കമ്പനിയാണ്. അത് മുരളിയേട്ടൻ ഭയങ്കര കുശുമായിരുന്നു കുട്ടിക്കാലത്ത്. അവൾ അവരുടെ അടുത്ത്, എൻ്റെ അടുത്തൊരു സ്നേഹവും ഇല്ല. അത്ര സ്നേഹമുള്ളൊരു ചേട്ടനായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ചേട്ടൻ പറയാണ് ഇനി മുതൽ അവൾ എന്റെ പെങ്ങളല്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പക്ഷെ പത്മജ തിരിച്ചു പറയുന്നതായി ഞാൻ കണ്ടില്ല. അത് ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടാണോ? തീർച്ചയായിട്ടും. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഏട്ടൻ എൻ്റെ രക്തമാണെന്ന് എനിക്കതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ചേട്ടൻ ഇങ്ങനെ ഇതായിപ്പോയതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഇതെല്ലാം കഴിഞ്ഞാൽ കണ്ടോളൂ. നാളെ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കും. ഇതൊന്നും പറഞ്ഞാൽ ഞാൻ കേട്ടതിൻ്റെ തെറ്റാണോ, അതിനി ആരെങ്കിലും പറഞ്ഞാണോ എന്ന് വരെ വിചാരിക്കും. അത്ര സഹായിട്ട് സംസാരിക്കും. അപ്പൊ അങ്ങനെ മുരളീധരൻ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ. പിന്നെ എവിടെ പോവാൻ, എത്ര പ്രാവശ്യം പോയി അതേമാതിരി തിരിച്ചു വന്നില്ലേ. എൻ്റെ അച്ഛൻ എന്തൊക്കെ പറഞ്ഞു, ഔറംഗസേബ് എന്നാ എന്തൊക്കെയോ പറഞ്ഞിട്ട് പിന്നെയും ആൾക്ക് പറഞ്ഞൊന്നും ഒരു ഓർമ്മ. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ മുരളിയേട്ടൻ അങ്ങനത്തെ വല്ലതും പറയുമ്പോൾ എനിക്ക് ചിരിയാ വരും. ഞാൻ എൻ്റെ ഹസ്ബൻഡോട് ആ TV മാറ്റി നാളെ വേറെ കേൾക്കാമെന്ന് പറയും. ഇപ്പം കണ്ടോളൂ, ഇനി എന്തെങ്കിലും തൃശ്ശൂർ സംഭവിച്ചാൽ ഈ കോൺഗ്രസിന് ഏറ്റവും ചീത്ത പറയണത് എൻ്റെ ചേട്ടനായിരിക്കും. ഇപ്പൊ അച്ഛന് ശിങ്കിടികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോലെ മാഡത്തിന് ഈ PR വർക്ക് ചെയ്യാനും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ? അല്ല, ഫേസ്ബുക്ക് ഇതൊക്കെ ഞാൻ തന്നെയാണ് നോക്കുക. ഞാൻ തന്നെയാണ് രാത്രി ഇരുന്നിട്ട് ഇതൊക്കെ പണി. പക്ഷേ എനിക്ക് ഇഷ്ടംവരെ ആൾക്കാരുണ്ട്, പിള്ളേർ. അതും അച്ഛൻ ഈ യങ്സ്റ്റേഴ്സിനെ പിടിക്കുന്നവരെ, ഞാൻ ചെറുപ്പക്കാർ പിള്ളേരെ. കാരണം അവരുടെ ഒരു ആ എനർജിയും അവരുടെ ബുദ്ധിയും ഒന്നും നമുക്കത്ര കിട്ടില്ല. അപ്പോൾ അവരുടെ ബുദ്ധിയാണ് അച്ഛൻ്റെ തലയിൽ മുഴുവൻ. അപ്പം ഞാൻ എന്നിട്ട് ചോദിക്കും, അച്ഛൻ ഇത്ര വയസ്സായി, അച്ഛൻ്റെ ഫ്രണ്ട്സും കൂടെ 20-25 വയസ്സായപ്പോൾ പറയാം, അവരുടെ ആ എനർജി, അവരുടെ മിടുക്കുമാണ് എനിക്ക് ആവശ്യം. എല്ലാ ചെറുപ്പം പിള്ളേർ, ഞാനും അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോൾ ഓരോ സ്ഥലത്തും ഉണ്ട് ആൾക്കാർ. എവിടെ പോയാലും അവിടുത്തെ ന്യൂസുകളൊക്കെ
ഞാൻ പറഞ്ഞില്ലേ, ഈവൻ കോൺഗ്രസ് പാർട്ടിയിലത്തെ എല്ലാവരും എന്നെ പൊളിക്കാറുണ്ടല്ലോ, എൻ്റെ പിള്ളേർ അങ്ങനെ എല്ലാവരും വിളിക്കും, അവരൊക്കെ വരും ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു താൽക്കാലികമായ ഞാൻ തന്നെ അവരോട് പറയണം, ഇപ്പം പെട്ടെന്ന് വന്നിട്ട് എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല, അപ്പം എനിക്കെന്ന് നിങ്ങളെ സഹായിക്കാൻ പറ്റണോ, ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് വഴിയിലിടുന്ന സ്വഭാവമല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന സമയമാകുമ്പോൾ നിങ്ങൾ വന്നാൽ മതി അറിയുന്നത്. ഇപ്പോ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുക എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. ഇപ്പൊ അച്ഛൻ ചെയ്ത ജോലി തന്നെ മക്കൾ ചെയ്യണമെന്നോ, അച്ഛൻ വിശ്വസിച്ച പ്രശ്നമില്ല. അതിനൊരു വ്യക്തിപരമായ നിലപാട് എന്ന രീതിയിൽ കാണുന്നതിന് പകരം വളരെ ബാലിശമായിട്ടാണ് ഒരുപാട് പേര് അതിനെ കാണുന്നത്. അതെന്താ അറിയോ, അതായത് കെ കരുണാകരനാണ് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയത് എന്ന് പലർക്കും അറിയാം. പക്ഷെ ആ കരുണാകരൻ്റെ മകള് പോകാൻ പാടില്ല, അത് അവരാ തീരുമാനിക്കണേ, ഞാനല്ല. എനിക്കുണ്ടായ വിഷമങ്ങളും എനിക്കുണ്ടായ സങ്കടങ്ങളും ഞാൻ ഇത്രയും കാലം പാർട്ടിയുടെ ഉള്ളിൽ നിന്നിട്ട് ആരോടും, ഞാൻ നേതൃത്വത്തിനോട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് പബ്ലിക്കായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരുടെ വിചാരം ഇവിടെ എന്ത് കുറവുണ്ടായിട്ടാണ് പോയത് നല്ലൊരു രീതിയൊക്കെയാണ്. പക്ഷെ ഓരോ ദിവസവും ഞാൻ അവമാനിക്കപ്പെട്ടതൊന്നും ഇവർക്കറിയില്ല. അപ്പം ഞാൻ ഒരിക്കലും അത് അറിയേണ്ട കാര്യം എന്താ, എൻ്റെ വിഷമങ്ങൾ എനിക്കല്ല, എൻ്റെ ഭർത്താവിനറിയാം, എൻ്റെ അടുത്തുള്ള ആൾക്കാർക്കറിയാം, എൻ്റെ മക്കൾക്കറിയാം, അവരറിഞ്ഞാൽ മതി. അവരെനിക്ക് മോറൽ സപ്പോർട്ട് തരുമ്പോൾ എനിക്ക് പിന്നെ ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞതിനൊന്നും ഉത്തരം അതുകൊണ്ട് ഞാൻ പറയാറില്ല, ഒന്നും പറയാറില്ല. മറ്റേ അവർ വന്നാലും ഞാൻ ഇതേമാതിരി തന്നെ എപ്പോഴും സ്വീകരിക്കും പറഞ്ഞ ആൾക്കാർ. ഇപ്പൊ ഈ ഭർത്താവും മക്കളൊക്കെ രാഷ്ട്രീയത്തിൽ ഉപദേശങ്ങളൊക്കെ തരാറുണ്ടോ, അമ്മ ഇങ്ങനെ ചെയ്യണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറയാറുണ്ടോ? മക്കൾ അങ്ങനെ പറയില്ല. ഹസ്ബൻഡ് എന്ത്? ഹസ്ബൻഡ് അങ്ങനെയല്ല, ആൾക്ക് കൺസേൺ എൻ്റെ ഹെൽത്തിലും എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതിലും മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് രാഷ്ട്രീയം എന്തോ ആയാലും അതേ എൻ്റെ കൂടെ നിൽക്കും, അതെനിക്കറിയാം, എന്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കും. പക്ഷെ ആ രീതിയിൽ എനിക്ക് ഹെൽത്തിനെ ബാധിക്കുമ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് അപ്പം മാത്രമേ അദ്ദേഹം ഇടപെടുള്ളൂ. അതുവരെ ഞാൻ എവിടെ പോയി എന്ത് പോയി ആൾക്കറിയാം, പോയാൽ ഇതുവരെ പോകുള്ളത് ഞാൻ തിരിച്ചിങ്ങോട്ട് എത്തും. പിന്നെ ഞാൻ ഈ കുട്ടിക്കാലം തൊട്ടുള്ള ശീലമാണ്, രാവിലെ എണീറ്റ് ഒരു തൊട്ട് വൈകുന്നേരം വന്ന് 10 പ്രാവശ്യം വിളിക്കും ആളെ. അതായത് അത് ഒരു കുട്ടിക്കാലത്തുള്ളൊരു കെയറിങ് അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞാൻ 10 പ്രാവശ്യം വിളിക്കും, ഞാൻ അതെവിടെ പോയിട്ടാ, ഞാൻ ഇവിടെ ഉണ്ട്, ഇത്ര മിനിറ്റിനുള്ളിൽ പുറത്തിറങ്ങൂട്ടാ എന്നൊക്കെ. അപ്പോൾ ആൾ പറയാൻ ഞാൻ ഇതിനെ ടെൻഷൻ അടിക്കണേ, എല്ലാം കറക്റ്റ് പറഞ്ഞിട്ട് ഒരാൾ ഇവിടുന്ന് പോവുള്ളൂ. അത് ഒരു ഡിപ്പെൻഡ് ചെയ്യല്ല. നമ്മളൊരു ഫ്രണ്ടായിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും നിൽക്കാറ്. എന്തും പറയാം, എന്ത് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി അത് അപ്പോൾ എൻ്റെ അടുത്ത് പറയും, അപ്പോൾ ആൾക്കാരും പറഞ്ഞാൽ പറയും, കുട്ടി എവിടെയാണ് പോയത് എനിക്കറിയാമെന്ന് പറയും. അപ്പോൾ പിന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ധൈര്യം തന്നെയാണ്. എനിക്ക് അതുകൊണ്ടായിരിക്കാം അച്ഛൻ മരിച്ചപ്പോൾ ആ ഒരു അച്ഛൻ്റെ കുറവ് തന്നെയാണ്. പക്ഷെ എന്നാലും അത് കൂടുതൽ അറിയാണ്ട് പോയത് ഇങ്ങനൊരു ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട്. ഇപ്പൊ എനിക്ക് 64 വയസ്സായി, കണ്ടാത്ര പറയില്ല, 63 1 വയസ്സ് കൂട്ടണ്ട, 63 വയസ്സായി. ഇപ്പൊ ഈ എന്താ പറയാ, ഇപ്പോഴും ഈ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? അങ്ങനെയില്ല. എൻ്റെ പൊതുവേ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ ക്രീം എന്തെങ്കിലും അത് കുട്ടിക്കാലം തൊട്ടേ ഉണ്ട് ഇടും. അതല്ലാണ്ട് വേറെ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ ഇങ്ങനെ വല്ലാണ്ട് നെറ്റി ചുളിക്കുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് റിങ്കിൾസ് വരണത്. എൻ്റെ മൊത്തം റിങ്കിൾ ഉണ്ടോയെന്ന് നോക്കി എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നില്ല. അച്ഛന് 92 വയസ്സിൽ മോൻ കിടന്ന് ഇങ്ങനെ തിളങ്ങുമായിരുന്നു, ഒരൊറ്റ വര പോലും അച്ഛന് വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡും ഇതിൽ ഭയങ്കര പ്രധാനമാണ്. എന്നോട് എല്ലാവരും ചോദിക്കും, എന്ത് 10-30 കൊല്ലമായിട്ട് ഫ്രീസറിലിട്ട് വെച്ചിരിക്കുകയാണെന്ന് തന്നെ. ആ മാതിരി തന്നെ ഉണ്ടെന്ന് എപ്പോഴെന്ന് പറയാം. അപ്പം ഞാൻ പറയാം, അത് നിങ്ങളുടെ മാതിരി കൂശുമ്പോൾ ഒന്നും എനിക്കില്ല, ആരും നന്നാവുന്നതിൽ വിഷമമില്ല, ജോളിയായിട്ട് ഇങ്ങനെ ജീവിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കുന്നു പറയും ഞാൻ. ഇപ്പോൾ ഒരു കൗതുകത്തിന് ചോദിക്കാം, ഇപ്പം ഈ കൊടുത്തിരിക്കുന്ന സാരിക്ക് എത്ര രൂപയുണ്ടോ? 1300 രൂപ. 1300 രൂപ എവിടെ വാങ്ങി? പക്ഷെ ഇത് വരുമ്പം ഇവിടെ വരുമ്പോൾ അത് 2300 2500. പുറത്തുനിന്ന് വാങ്ങുന്നതാണ് ഞാൻ ഡൽഹിയിൽ പോകുമ്പോൾ. ഇതിൻ്റെ ഏരിയകളുണ്ട് ഓരോ ഇത്. അപ്പം ഞാൻ ഈ തുണിയുടെ ഇതിലുള്ളതുകൊണ്ട് എനിക്കറിയാം എവിടേക്കാണ് കിട്ടണമെന്നുള്ള. അപ്പം ഞാൻ ഏറ്റവും ഇതായിട്ട് പോവും. ഞാൻ പോകുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ എടുത്തുകൊണ്ടിരും, ആ വിലയ്ക്ക് തന്നെ കൊടുക്കുകയും ചെയ്യും എന്നിട്ട് ഞാൻ ഫ്രണ്ട്സിന്. അപ്പോൾ നമുക്കറിയില്ല, പല സ്ഥലത്തും ഞാനൊരു ദിവസം ഇതിനിടയ്ക്ക് വാരണാസി ഡ്രസ്സ് എടുക്കാൻ പോയപ്പം ഞാൻ ഇതുവരെ കാണാത്തൊരു സ്ത്രീയായിട്ടാ. ഞാൻ ഇവരെ കണ്ടപ്പോൾ ഇവരെനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, അവരെ സ്ഥിരം കസ്റ്റമറാണ് ഞാനേ ഓൺലൈൻ. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട് ചോദിച്ചു, ചേച്ചി ഇവിടെ എത്തിയാന്ന്. ഞാൻ പറഞ്ഞു അതല്ല, ഇത് ഓരോരുത്തരുടെ ഡ്രസ്സ്. എനിക്ക് ഡ്രസ്സുകളോട് ആദ്യം ഗോൾഡിനോടൊന്നും എനിക്ക് അങ്ങനെ യാതൊരു ക്രേസ്. സ്വർണ്ണം ഉപയോഗിക്കാറുന്നില്ലേ? സ്വർണ്ണം ആകെ ഈ 2 മോതിരണ്ട്. അതൊന്ന് ഗുരുവായൂരപ്പനാ, ഒന്നൊരു കല്ല് ഇത് പറഞ്ഞിട്ട് കഴുത്തിലില്ല, ഇവിടെ ഇല്ല, ബാക്കി ഒന്നുമില്ല. ഇടില്ല, അത് കയ്യിൽ വളയിടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ചോദിക്കാറില്ലേ മക്കളൊന്നും അമ്മയ്ക്ക് കുറച്ച് മാല കെട്ട് നടന്നൂടെ, അല്ലെങ്കിൽ
എൻ്റെ സ്വഭാവം അവർക്കറിയാം. മക്കളും അതുപോലെ തന്നെയാണോ? എൻ്റെ മോള് തനി പെന്തക്കൊസ് പിടിച്ചോണ്ടുന്നവരെ ഒന്നുമില്ല, കഴുത്തിലും കാതിലും ഒന്നുമില്ല. എൻ്റെ മരുമകള് പിന്നെയും കുറച്ച് നന്നായി ഡ്രസ്സ് ചെയ്യും, മോക്കൊട്ടുമില്ല. ഒട്ടുമില്ല. ഈ നമ്മളെല്ലാവരും ഇപ്പോ സിനിമയിലൊക്കെ കാണുമ്പോ ലൈക്ക് മാഡത്തിന് സാദൃശ്യമുള്ള കുറച്ച് പേരൊക്കെ നമ്മൾ കാണിക്കല്ലോ. അപ്പൊ നമ്മൾ വിചാരിച്ചിരുന്നില്ല ഒരിക്കലും പത്മജ വേണുഗോപാൽ ഇത്ര സിമ്പിൾ ആയ ഒരാളാണെന്ന്. അത് വളരെയധികം തെറ്റിദ്ധരിക്കും. അത് ഇഷ്ടമാരിണ്ട്. അതായത് എന്നോട് വർത്താനം പറഞ്ഞ് എന്നോട് അടുത്തവരാരും പിന്നെ എന്നെ പറ്റി കുറ്റം പറയില്ല. അങ്ങനത്തെ ഒരു നേച്ചറാണ്. അറിയാതെയാണ് ഈ പറഞ്ഞു നടക്കുന്ന കഥകളെല്ലാം. എന്നെ അറിയാത്ത, അതുകൊണ്ട് എനിക്ക് വിഷമമില്ല. പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു, ഞാൻ ഇങ്ങനെയല്ലല്ലോ എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയാം അവരെന്നെ അറിയാത്തതുകൊണ്ടാണ് പറയണത്. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പേരെ ഞാൻ പരിചയപ്പെട്ടല്ലോ ഇതിലേറെ. അപ്പോൾ അവരൊക്കെ എന്തിനാ പറയണ്ടേ, ഒരു കറകളഞ്ഞൊരു കോൺഗ്രസ് ഒരു പയ്യനുണ്ട്, അവൻ ജന്മത്തിൽ എൻ്റെ അടുത്ത് വലിയ വീരവാദം കളിക്കുക, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി ഏതായാലും കോൺഗ്രസ് വിടില്ല. ഇപ്പം എൻ്റെ അടുത്ത് പറയാം, ചേച്ചി എന്നാൽ ഞാൻ കൂടെ വരണ്ടേന്ന്. അതായത് അവൻ പറഞ്ഞ ചേച്ചി ഇല്ലാത്ത ലോകം എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ എന്ന് വെച്ചാൽ പാർട്ടിക്കാരുടെ ഇപ്പോൾ മക്കൾക്ക് അസുഖമായാലും എല്ലാത്തിനും ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പം ട്രിവാൻഡ്രത്ത് എൻ്റെ വീട് മിക്കവാറും രോഗികളാണ്, തൃശ്ശൂരത്തെ അവിടെ RCCയിൽ പോകേണ്ടവർ അവർക്ക്. അപ്പം എനിക്കതൊരു ഇഷ്ടമാണ് ഇങ്ങനത്തെ പണികൾ ചെയ്യണത്. അത് ഞാൻ ആരുടെയും നിന്നും പൈസ ഡോക്ടർ പറയും ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ കഷ്ടപ്പെട്ടിട്ട് ഞാനെടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പം ഞാൻ പറയും വേണ്ട, നമുക്കിത് കൊണ്ടുപോകാനില്ലല്ലോ, നമുക്ക് ആവശ്യത്തിനല്ലേ വേണ്ട, അപ്പോൾ അതൊക്കെ ഞാൻ കൊടുക്കുന്നു പറയും. അപ്പോൾ ആ പയ്യൻ ഇന്നലെ വന്നിട്ട് കെട്ട കരച്ചില്ല, ചേച്ചി ഞാൻ എന്തായാലും ചേച്ചിയുടെ കൂടെ അപ്പം ഞാൻ നീയല്ല ആത്മഹത്യ എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോന്നാലെന്ന്. ചേച്ചി ഇല്ലാണ്ട് എനിക്കിപ്പോൾ ഇന്ന് രാവിലെ ഒരാൾ വിളിച്ച് എനിക്ക് ചേച്ചീനെ ഒന്ന് കാണണം. മറ്റേത് ഞങ്ങൾക്കൊരു തണലായിരുന്നു ചേച്ചി അവിടെ ഉള്ളത്. ഇപ്പം ഞങ്ങൾ സത്യം പിന്നെ എൻ്റെ വീട്ടിലൊരു 10-25 പേര് ഊണൊക്കെ ഉണ്ടാവും ദിവസവും തൃശ്ശൂർ. അപ്പോൾ അവർക്കൊക്കെ വിശന്നാൽ എൻ്റെ വീട്ടിൽ വന്ന ഭക്ഷണം ഉണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ ഏതോ പേപ്പറിൽ എഴുതിയിരുന്നു പത്മയെ പോയതോടെ അവിടുത്തെ കോൺഗ്രസ്സുകാർ വയറൊട്ടി നടക്കുകയെന്ന്. കാരണം അതാണ്ടല്ല, നമ്മൾ സ്നേഹമായിട്ട് എല്ലാവരും. എനിക്ക് കുട്ടിക്കാലം തൊട്ടേ അച്ഛനൊരു 10-20 പേര് ചുറ്റും വേണം ഭക്ഷണം കഴിക്കുക. കണ്ട് എനിക്കിപ്പോൾ കുറേ പേര് ഇരിക്കുമ്പോൾ അവരോട് ലാത്തി അടിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം നമുക്കറിയില്ല. അങ്ങനെ ഒരു കമ്പനി എനിക്ക് തൃശ്ശൂർ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെയുള്ളത് ട്രിവാൻഡ്രത്ത്. ഇവിടെ മാത്രം ഞാൻ മിണ്ടാണ്ടിരിക്കുള്ളൂ, കാരണം ഇവിടെ വന്നാൽ മാത്രമേ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും വേണ്ടേ ജീവിതത്തിൽ. ഇപ്പോ പത്മജ ചേച്ചി BJPയിലേക്ക് പോയപ്പോഴേ ഒരാൾ പറഞ്ഞിരുന്നു പത്മജ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വോട്ട് പത്മജയുടെ പേരിൽ BJPക്ക് കിട്ടും, വേറെ ഒരു വോട്ടും കിട്ടില്ല. അത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, അത് കഴിഞ്ഞിട്ട് എത്ര പേര് വന്നു ഇപ്പോൾ കണ്ടില്ലേ, എത്ര നേതാക്കൾ വന്നു, ഇനി വരാൻ കിടക്കണം. ഞാൻ ഇത് കഴിഞ്ഞവരെ ഇറക്കിറങ്ങും. ഇത് കഴിഞ്ഞ് കാരണം ഓരോ ബൂത്തിലും ഓരോ ആളുള്ള ആളാണ് ഞാനെപ്പോഴും. എൻ്റെ അല്ല, എൻ്റെ അച്ഛൻ്റെ. അതൊരിക്കലും എൻ്റെ ക്രെഡിറ്റ് ആയിട്ട് ഞാൻ പറയില്ല. പക്ഷെ ആ ബന്ധങ്ങളെ ഞാൻ കാത്തു സൂക്ഷിച്ചു എന്ന് മാത്രം. അവരിപ്പോഴും പറയുന്നുണ്ട് പത്മേച്ചി വിളിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വിളിക്കാനായിട്ടില്ല. എനിക്ക് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് തോന്നുമ്പോഴേ ഞാൻ നിങ്ങളെ വിളിക്കില്ല. എന്നിട്ടും തിരുവനന്തപുരത്ത് മഹേശ്വരൻ നായർ, പത്മിനി തോമസ്, തമ്പാൻ ഇവരൊക്കെ അച്ഛൻ്റെ വിശ്വസ്തരായിരുന്നു. അവരൊക്കെ വന്നിട്ടില്ല. ഇനിയുണ്ട്, തൃശ്ശൂരിൽ നിന്ന് വരുന്നുണ്ട് കുറെ പേര്. അച്ഛന്റെ വിശ്വസ്തരായ ആൾക്കാര് മുരളീധരന്റെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ മാഡത്തിന്റെ കൂടെയാണോ ഉള്ളത്? അതെ. അതെന്തുകൊണ്ട്? മുരളിയേട്ടൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള വിശ്വസ്തരായിരുന്ന ആരുമില്ല മുരളിയേട്ടൻ്റെ കൂടെ. അതെന്തുകൊണ്ടായിരിക്കും? ഞാനും അച്ഛനും തമ്മിലുള്ള ബന്ധം കണ്ടിട്ടുണ്ട്. അവരോട് ഞാൻ കാണിക്കുന്ന സ്നേഹം അവർക്കറിയാം. ഇപ്പോൾ എൻ്റെ കൂടെ എനിക്ക് 2 വയസ്സായിട്ട് വന്നിട്ടുള്ളൊരു കുക്കുണ്ട്. അവനെത്ര അന്ന് വരുമ്പോൾ 14 വയസ്സ്. അപ്പോൾ അന്ന് തൊട്ട് അച്ഛൻ്റെ കൂടെയാണ്. അച്ഛൻ്റെ മൂത്ത മോനാണെന്ന് പറയാം ഞങ്ങളെല്ലാവരും. അവൻ്റെ മോളുടെ കല്യാണം നടത്തി കൊടുത്തൊക്കെ അച്ഛനാണ്. 2ാമത്തെ മോളുടെ ഞാൻ നടത്തി കൊടുത്തു. അപ്പം ആളോട് അച്ഛൻ മരിച്ചപ്പോൾ മുരളിയേട്ടൻ വന്നിട്ട് ചോദിച്ചു ഞങ്ങളുടെ കൂടെ വരണോ എന്ന് വെച്ചു. ഇല്ല, ഞാൻ മോളുടെ കൂടെയുള്ളൂ. അങ്ങനെ എല്ലാ സ്റ്റാഫും എൻ്റെ കൂടെ. അപ്പോൾ അവരെ നോക്കാനായിട്ട് ഞാനൊരു വീട്, അച്ഛൻ്റെ വീട്ടിൽ, ശരിക്കും ആ വീട് എനിക്കൊരു ഇങ്ങനെ പോകുമ്പോൾ എല്ലാം താമസിക്കണേ വേറെ എവിടെയും താമസിച്ചാൽ പോരെ. ആ വീട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണത് ആ സ്റ്റാഫിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് അച്ഛൻ്റെ കൂടെ നിന്നിട്ട് വേറെ ലോകം അറിയില്ല. അവരൊക്കെ പ്രായമായി, പിന്നെ അവർക്ക് ഇനി ഒരു ജോലി കിട്ടില്ല. അപ്പോൾ അവർക്ക് പോകാൻ ഒരു സ്ഥലമില്ല. അതെന്നെ എൻ്റെ ഹസ്ബൻഡ് പറയും ഇത് അവിടെ വൃദ്ധസാധനം നടത്തണ്ടേ ഞാനെന്ന്. അതല്ല, അങ്ങനെയല്ല. അവർ ഇവിടെ വന്ന് 2 വയസ്സിലൊക്കെ അല്ല, എനിക്ക് 2 വയസ്സുള്ളപ്പോൾ വന്ന ആൾക്ക് അന്ന് 14 വയസ്സപ്പം അറിഞ്ഞൂടെ ഇപ്പം എത്രയാണ്. അയാളൊക്കെ അവിടെ താമസിക്കുന്നത് ഇപ്പോഴും. ഇപ്പോൾ പാചകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പാചകം ചെയ്യാറുണ്ടോ? നന്നായി ചെയ്യും. ഇഷ്ടമാണോ കുക്ക് ചെയ്യാൻ? എന്നിട്ട് അതിലൊരു കഥയുണ്ട്. ഞാൻ ഒരു ദിവസം ബർമിംഗ്ഹാമിൽ പോയപ്പോഴേ ഞങ്ങൾ താമസിച്ച വീട്ടിൽ അവർ പോകുമ്പം ഞാൻ കുക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഡോക്ടറായിരുന്നു അങ്ങനെ പറയാം, ഞാൻ ഒരു വീഡിയോ എടുത്ത് നാട്ടിൽ കുറേ വൃത്തിയേട്ടന്മാർക്ക് അയച്ചു കൊടുക്കും. അവരൊക്കെ പറഞ്ഞാൽ പത്മജ അടുക്കളയിൽ കയറില്ല, പത്മയ്ക്ക് ഒന്നും അറിയില്ല എന്ന്. അപ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുക്കുന്നു എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്നുള്ളത്. പക്ഷേ നാട്ടിലെനിക്ക് സത്യം പറഞ്ഞാൽ കുക്ക് ചെയ്യാനുള്ള സമയം കുറവുള്ള കാര്യമാണ്. എൻ്റെ കുക്കിംഗ് മുഴുവൻ മോളുടെ അടുത്ത് പോകുമ്പോഴാണ്.
മോളുടെ അടുത്ത് പോകുമ്പോൾ അവൾ മാത്രമല്ല അപ്പോൾ അടുത്തൊരു പയ്യനുണ്ട്, അവൻ എനിക്കെല്ലാം അരിഞ്ഞു തരും. അങ്ങനെ ഭയങ്കര പരീക്ഷണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും എൻ്റെ ഭാര്യ കുക്ക് ചെയ്ത് കഴിക്കണേ ദുബായിൽ വരണം എന്ന്. ഇവിടെ ഒട്ടും നടക്കില്ല. ഏറ്റവും നന്നായി കുക്ക് ചെയ്യുന്ന സ്വയം തോന്നുന്ന ഫുഡ്? ഞാൻ എല്ലാം ചെയ്യും. എനിക്ക് കോണ്ടിനെന്റിലാണ് ഇത്തിരി ഒരു താല്പര്യമില്ലാത്ത, അതുകൊണ്ട് അധികം പഠിച്ചില്ല. ചൈനീസ് ചെയ്യും, നാടൻ ചെയ്യും, പിന്നെ ഏതെങ്കിലും ഇതിലൊക്കെ നല്ല കണ്ട അപ്പോൾ ഇവിടെ ഒന്ന് പരീക്ഷിക്കും. പിന്നെ ഏതെങ്കിലും വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയാൽ നല്ലതാണെങ്കിൽ ഒരു മടിയില്ല, അടുക്കളയിൽ പോയി ചോദിക്കും ഞാൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ കഴിക്കാൻ? പൊതുവെ ഞാനൊരു നോൺ വെജിറ്റേറിയനാണ്. രാവിലെ തുടങ്ങിയാൽ രാത്രി നോൺ വെജിറ്റേറിയൻ നിർത്താൻ ഇഷ്ടമുള്ളൂ. അതായത് പൊതുവെ കണ്ണൂരാണല്ലോ ഞങ്ങളുടെ വീട്. എൻ്റെ അച്ഛനും അമ്മയുടെ വീട് കണ്ണൂരാണ് ശരിക്കും. അപ്പോൾ കണ്ണൂരുകാർ പറയുന്ന കേൾക്കാം തിരുവോണത്തിന് കൂടി നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്കാന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് അമ്മ തൃശ്ശൂരാണ് പഠിച്ചു വളർന്നൊക്കെ. അപ്പോൾ അതിൻ്റെ അമ്മ തനി തൃശ്ശൂർ ടൈപ്പാണ്. അമ്മ പറയും മറ്റേ ഓണത്തിന് കഴിക്കാൻ പാടില്ല, പിന്നെ ബർത്ത്ഡേയുടെ അന്ന് കഴിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ അച്ഛൻ അതിനും പ്രാക്ടിക്കലാട്ടാ. അപ്പം ഞാനിങ്ങനെ എൻ്റെ പിറന്നാളിൻ്റെ അന്ന് ഊണ് കഴിക്കാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അച്ഛൻ പറയും ഇപ്പം സമയത്തേ 1 മണി 2 മണിയായ ബർത്ത്ഡേ തീർന്നു, 2 മണി കഴിഞ്ഞാൽ നിനക്ക് നോൺ കഴിക്കും. അതാണ് ഈ അച്ഛനോടുള്ള ഇഷ്ടം. അച്ഛൻ എല്ലാത്തിനും അച്ഛന് സൊല്യൂഷൻ ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും ഞാൻ പറയും എൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ 2 മണി ആവട്ടെ എന്ന് കഴിഞ്ഞ് നോൺ കഴിക്കുന്നു. പൊതുവെ നോണാണ് ഇഷ്ടം. ഇപ്പോൾ ഈ കരുണാകരൻ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം എല്ലാ മാസവും ഗുരുവായൂരിൽ പോകുന്ന ഒരാളാണ്. പത്മജ വേണുഗോപാൽ അങ്ങനെയാണ്? എല്ലാ 1-ാം തീയതി എന്നല്ല, മലയാള മാസം പോകും. എല്ലാ മലയാള മാസം എല്ലാ ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 10-26 കൊല്ലമായിട്ട് പോകുന്നുണ്ട്. ഒരു ദിവസം മുടക്കില്ല. ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ വരും. ഇപ്പൊ നമ്മൾ BJP എന്ന് പറയുന്നതേ ഈ ഒരു മതത്തിനോട് മാത്രം ഒരു പ്രത്യേക സമീപനമുള്ള ഒരു പാർട്ടിയാണെന്നാണ് പൊതുവെ എല്ലാവരും പറയപ്പെടുന്നത്. അപ്പോ ഒരു BJP-യിലേക്ക് പോകുമ്പോൾ നമ്മുടെ മതനിരപേക്ഷ നിലപാട് ഒരു സ്ഥലത്ത് കളഞ്ഞിട്ട് വേണോ പോകാൻ? ഒരിക്കലും വേണ്ട. ഇപ്പൊ അബ്ദുള്ള കുട്ടി വൈസ് പ്രസിഡന്റ് അല്ലേ, അനിൽ ആന്റണി ഇല്ലേ, പിന്നെ അത് ഇപ്പോൾ പൊന്നാനിക്കണ അവരൊന്നും ഹിന്ദുക്കളല്ലല്ലോ. അപ്പം അങ്ങനെ ഇല്ല. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു ഈ പാർട്ടീനെ പറ്റിയിട്ട്. അതിനേക്കാളും ഏറ്റവും കൂടുതൽ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ വിമർശിക്കപ്പെട്ടത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പുറത്താണ്. അതെ അതെ. അതായത് നമ്മൾ ഹിന്ദു ആയതുകൊണ്ട് ഹിന്ദു മതത്തിൽ വിശ്വസിക്കണമെന്നല്ലാണ്ട് ഞാൻ എല്ലാ മതങ്ങളെയും എപ്പോഴും സ്നേഹിക്കും, ബഹുമാനിക്കും. ഞാൻ ഒന്നാമത് ഹിന്ദു മതത്തിൻ്റെ ശരിക്കും നമ്മൾ പഠിച്ചാൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം എന്ന് പറയുന്ന ഒരു മതമാണ് ഹിന്ദു മതം. ഈ ഹിന്ദു മതത്തിലെ ആൾക്കാർക്ക് പലർക്കും അത് അറിയില്ല. അതുകൊണ്ടാണ് ഈ പല കമ്മ്യൂണിറ്റിയോടുള്ള ഞാൻ എപ്പോഴും അതൊരു മനുഷ്യനായിട്ടേ കാണുള്ളൂ. എൻ്റെ അവിടെയുള്ള ജോലിക്കാരിൽ എല്ലാ ജാതി മതങ്ങളും ഉണ്ട്. എൻ്റെ ഡ്രൈവർ ക്രിസ്ത്യനാണ്, ഇവിടെ മുസ്ലിം ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരെന്താ പോകാത്ത? ഞാൻ BJP പോയപ്പോൾ അവർക്ക് എൻ്റെ കൂടെ തന്നെയുണ്ട് ഇപ്പോഴും. അവർക്കറിയാം എനിക്ക് അങ്ങനെ ഒരു ഇതില്ല എന്നുള്ള. ഒരു അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ഇനി ഒരിക്കൽ അച്ഛനെ കാണാൻ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അച്ഛനോട് പറയാനുണ്ടാവുക? അച്ഛനോട് എനിക്ക് ഒന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. അച്ഛനെ കണ്ടാൽ കെട്ടിപ്പിടിക്കും, അത്രയേ ഉള്ളൂ. കാരണം എൻ്റെ അച്ഛന് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ നിമിഷം വരെ എന്ത് പറയണമെന്നുള്ളത് ഒരു ആത്മാവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അച്ഛൻ കണ്ടിട്ടുണ്ടാവും. പിന്നെ എനിക്ക് അച്ഛൻ സന്തോഷിക്കുന്നുണ്ടാവും. അച്ഛൻ സന്തോഷിക്കുകയുള്ളൂ എൻ്റെ തീരുമാനത്തിൽ. ഞാൻ 1-2 പ്രാവശ്യം എനിക്ക് ശരിക്കും വയറിറച്ചി കിട്ടിയതാണ്. ഞാൻ എടുത്ത തീരുമാനം തെറ്റിയെന്നും പറഞ്ഞിട്ട്. അപ്പം ഇപ്പോഴത്തെ തീരുമാനം എനിക്കറിയാം. ഞാൻ അത്രയും ആലോചിച്ചെടുത്ത തീരുമാനം. ശരിക്കും പറയുകയാണെങ്കിൽ BJP-ക്ക് പോണത് ഒറ്റ രാത്രി കൊണ്ടാണ് ഞാൻ. പക്ഷേ ഈ പാർട്ടി വിടണം എന്നുള്ള എൻ്റെ തീരുമാനം കഴിഞ്ഞ 3 കൊല്ലമായിട്ടുള്ള ചതി അങ്ങോട്ട് ശരിക്കും ചതി എനിക്ക് കിട്ടിയപ്പോൾ. ശരിക്കും സുരേഷ് ഗോപി വന്നാലൊന്നും ഞാൻ തോക്കില്ല. എൻ്റെ പാർട്ടിക്കാർ കാലു വാരിയത് ആലോചിച്ചാൽ ഞാൻ 20,000 വോട്ടിന് തോക്കാത്തത് എൻ്റെ അഭിമാനം ഇട്ടപ്പം ഞാൻ കാണുന്നത്. അവർക്ക് എന്നെ ഒരു 20,000 വോട്ടിന് തോപ്പിച്ചിട്ട് തൃശ്ശൂർ പിന്നെ കയറ്റരുത്, അതായിരുന്നു. അതിന് ദൈവം കൂട്ടുന്നില്ല. എന്തായാലും ഒരുപാട് നന്ദി ഞങ്ങളോടുകൂടി ഇത്ര സംസാരിച്ചു. താങ്ക് യു.